2010 മെയ് 21 ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്. UAE സമയം അർദ്ധരാത്രി 1 മണിയോടടുക്കുന്നു. ദുബായ് എയർപോർട്ടിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുവാൻ തയ്യാറായി കിടക്കുകയായിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് IX812 എന്ന ബോയിംഗ് 737 മോഡൽ വിമാനം. എല്ലാവിധ ചെക്കിങ്ങുകൾക്കും ശേഷം ദുബായ് എയർ കൺട്രോളിൽ നിന്നും വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള അനുമതി ലഭിച്ചു. തുടർന്ന് 1:06 വിമാനം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മംഗളൂർ എയർപോർട്ട് ലക്ഷ്യമാക്കി കുതിച്ചുയർന്നു. ജീവനക്കാരടക്കം 166 ആളുകളായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്നത്. സെർബിയക്കാരനായിരുന്ന സ്ലാത്കോ ഗ്ലുസിയ ആയിരുന്നു വിമാനത്തിന്റെ ക്യാപ്റ്റൻ. ഹർബീന്ദർ സിംഗ് ആലുവാലിയായിരുന്നു ഫസ്റ്റ് ഓഫീസർ. അങ്ങനെ വിമാനം അറബിക്കടലിന് മുകളിലൂടെ മംഗലാപുരം വിമാനത്താവളം ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളായിരുന്നു വിമാനത്തിലെ യാത്രക്കാരിൽ ഭൂരിഭാഗവും. നാളുകൾക്ക് ശേഷം തങ്ങളുടെ ഉറ്റവരെ കണ്ടുമുട്ടുന്ന സന്തോഷത്തിൽ അവർ പതിയെ മയക്കത്തിലേക്ക് വഴുതി വീണു. അതുവരെ എല്ലാം വളരെ ശാന്തമായിരുന്നു. എന്നാൽ കഥ മാറിമറിഞ്ഞത് പിന്നീടായിരുന്നു. ഇപ്പോൾ സമയം പുലർച്ചെ 6 മണിയോടടുക്കുന്നു. വിമാനം മംഗലാപുരം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ കുറച്ച് സമയം മാത്രം ബാക്കി. മറ്റു എയർപോർട്ടുകളെ അപേക്ഷിച്ച് മംഗലാപുരം എയർപോർട്ടിനുള്ള ഒരു പ്രത്യേകത എന്തെന്നാൽ അവിടെയുള്ള റൺവേ കരിപ്പൂർ എയർപോർട്ട് പോലെ ടേബിൾ ടോപ്പ് റൺവേ ആണ്. അതായത് റൺവേ കഴിഞ്ഞാൽ പിന്നെ കുത്തനെയുള്ള കുഴിയാണെന്നർത്ഥം. ടേബിൾ ടോപ്പ് റൺവേയിൽ ലാൻഡിംഗ് നടത്തുക എന്നത് പൈലറ്റുകളെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാണ്. കാരണം ചെറിയൊരു അശ്രദ്ധ പോലും വലിയ അപകടത്തിൽ ചെന്ന് കലാശിക്കും. ഇത്തരത്തിലുള്ള റൺവേകളിൽ ലാൻഡ് ചെയ്യുമ്പോൾ ക്യാപ്റ്റൻ തന്നെ വിമാനം നിയന്ത്രിക്കണമെന്ന് എയർ ഇന്ത്യയുടെ കർശന നിർദ്ദേശവും ഉണ്ടായിരുന്നു. IX812 ക്യാപ്റ്റൻ ഗ്ലുസിയ ഇതിനു മുൻപ് പലതവണ മംഗലാപുരത്ത് ലാൻഡ് ചെയ്ത് പരിചയമുള്ള ആളുകൂടിയാണ്. വിമാനം അങ്ങനെ മംഗളൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ പോകുന്നു. മംഗലാപുരം എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ലാൻഡിങ്ങിനായുള്ള അനുമതിയും ലഭിച്ചു. എന്നാൽ ഇവിടെ ക്യാപ്റ്റന് ടൈമിംഗ് പിഴച്ചു. ലാൻഡിംഗ് ചെയ്യുവാൻ വേണ്ടതിൽ കൂടുതൽ ഉയരത്തിലായിരുന്നു വിമാനം ആ സമയത്തുണ്ടായിരുന്നത്. അബദ്ധം മനസ്സിലാക്കിയ ക്യാപ്റ്റൻ വിമാനം പെട്ടെന്ന് തന്നെ താഴ്ത്തുകയും ലാൻഡിങ്ങിനായി ശ്രമം തുടരുകയും ചെയ്തു. എന്നാൽ അപകടകരമായ ഈ നീക്കത്തെ ഫസ്റ്റ് ഓഫീസർ ഹർബീന്ദർ സിംഗ് വിലക്കുകയും ലാൻഡ് ചെയ്യാതെ ആകാശത്തിലൂടെ കറങ്ങി വീണ്ടും ലാൻഡ് ചെയ്യുന്ന പ്രക്രിയയായ ഗോ എറൗണ്ടിന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഇത് ചെവികൊള്ളാതെ ക്യാപ്റ്റൻ ആ വൈകിയ വേളയിലും വിമാനം ലാൻഡ് ചെയ്യുന്നതിനായി റൺവേയിലേക്ക് കുതിപ്പിച്ചു. പിന്നെ നടന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തമായിരുന്നു. ഓർക്കുമ്പോൾ ഇന്നും ഇന്ത്യക്കാരുടെ ഉള്ളിൽ വിങ്ങലായി മാറുന്ന മംഗലാപുരം വിമാന ദുരന്തത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വിമാനം അങ്ങനെ മംഗളൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന് മുകളിൽ എത്തി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ വിമാനമിറങ്ങേണ്ട ചെരിവായ 3 ഡിഗ്രിയിലും കുറഞ്ഞ ചെരിവിലാണ് വിമാനം റൺവേയെ സമീപിക്കുന്നതെന്ന് കോക്പിറ്റിലെ ഡയലുകളിൽ നിന്ന് വ്യക്തമായിട്ടും പൈലറ്റ് കൺട്രോൾ ടവറിലുള്ളവരെ അക്കാര്യം മറച്ചുവെച്ചു. നിലം തൊടാൻ താഴ്ന്നു പറന്നു വരുമ്പോൾ മണിക്കൂറിൽ 220 കിലോമീറ്ററാണ് അനുവദനീയമായ പരമാവധി വേഗം. എന്നാൽ ക്യാപ്റ്റൻ ഗ്ലൂസിയ ഈ വിമാനം റൺവേയിലേക്ക് ഇറക്കാൻ ശ്രമിക്കുമ്പോൾ വേഗം മണിക്കൂറിൽ 400 കിലോമീറ്ററോളമായിരുന്നു. അങ്ങനെ വേഗത്തിൽ റൺവേയിൽ നിലം തൊട്ട വിമാനം എടുത്തുചാടുന്നത് പോലെ ഉയർന്നു പൊങ്ങുകയും വീണ്ടും റൺവേ തൊടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ റൺവേയിൽ ഇറങ്ങേണ്ട പോയിന്റും കഴിഞ്ഞ് 600 മീറ്റർ മുന്നോട്ട് മാറിയാണ് വിമാനം നിലം തൊട്ടത്. നിമിഷനേരം കൊണ്ട് വിമാനം റൺവേയുടെ അറ്റത്തുള്ള മണൽ വിരിച്ച സുരക്ഷാ നീളത്തിന് വളരെ അടുത്ത് എത്തിയിരുന്നു. അപകടം അതിന്റെ എല്ലാ ഭയാനകതയോടെയും കൂടി തിരിച്ചറിഞ്ഞ ക്യാപ്റ്റൻ നിഷ്ക്രിയമായ ഒരു നിമിഷത്തിന് ശേഷം വിമാനം വീണ്ടും ഉയർത്താൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. വിമാനത്തിന് പരമാവധി വേഗം കൊടുക്കുകയും മുന്നറ്റം ഉയർത്തുകയും ചെയ്തുവെങ്കിലും ആ ശ്രമം പരാജയപ്പെട്ടു. ആദ്യം വഴങ്ങി മൂക്കുയർത്തിയ വിമാനം വീണ്ടും റൺവേയിൽ നിലം തൊട്ടു. വീണ്ടും ക്യാപ്റ്റൻ ഒരു ശ്രമം കൂടി നടത്തിയപ്പോഴേക്കും വിമാനത്തിന്റെ വലത്തെ ചിറക് തൊട്ടുമുൻപിലുള്ള ILS ആന്റിനയിൽ തട്ടി തകർന്നു. ഈ ഇടിയുടെ ആഘാതത്തിൽ ഇന്ധനം ചോർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ വിമാനത്തിന് തീ പിടിക്കുകയും മുന്നിലെ മതിൽ തകർത്ത് വിമാനം താഴേക്ക് പതിക്കുകയും ചെയ്തു. ഒരു നിമിഷം കൊണ്ട് കത്തിയമർന്ന വിമാനത്തിലെ ജീവനക്കാരുൾപ്പെടെ 158 പേർ കത്തിക്കരിഞ്ഞ് മരണത്തിന് കീഴടങ്ങി. വിമാനത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെടാനായത് 8 പേർക്ക് മാത്രമാണ്. അതും ഒരു അത്ഭുതമെന്നോണം മാത്രം. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ 3ാമത്തെ വിമാന ദുരന്തമായിരുന്നു അന്ന് മംഗലാപുരത്ത് സംഭവിച്ചത്. ദുരന്തത്തിനിരയായ എയർ ഇന്ത്യ എക്സ്പ്രസ് ബോയിംഗ് 737 വിമാനം താരതമ്യേന പുതിയതായിരുന്നു. അതായത് 2.5 വർഷം മാത്രം പഴക്കം. വിമാനം നിയന്ത്രിച്ചിരുന്നത് 10,000-ലേറെ മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള കമാൻഡറും ഇന്ത്യയിൽ തന്നെ 2 എയർലൈനുകളിൽ ജോലി ചെയ്തിരുന്ന കോ പൈലറ്റായിരുന്നു കൂടെയുണ്ടായിരുന്നത്. പൈലറ്റുമാർ വളരെ പരിചയസമ്പന്നരായിരുന്നതിനാൽ തന്നെ അപകടത്തിലേക്ക് നയിച്ച കാരണം തുടക്കത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല.
ലാൻഡിങ്ങിന് മുൻപ് പൈലറ്റും എയർപോർട്ടിലെ കൺട്രോൾ റൂമും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ യാതൊരുവിധ അസ്വാഭാവികതയും ഉണ്ടായിരുന്നതുമില്ല. എന്നാൽ വിമാനത്തിലെ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ പരിശോധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. വിമാനത്തിന്റെ ക്യാപ്റ്റൻ യാത്രയുടെ 1.5 മണിക്കൂറോളം ഉറങ്ങുകയായിരുന്നു അത്രേ. കൂർക്കം വലിയുടെ ശബ്ദം വ്യക്തമായി കേൾക്കാമായിരുന്നു. ലാൻഡിങ്ങിന് തൊട്ടുമുൻപായിരുന്നു ക്യാപ്റ്റൻ ഉറക്കത്തിൽ നിന്നും ഉണർന്നത്. പെട്ടെന്ന് ഉറക്കമുണർന്ന് സ്ഥലകാലബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം ലാൻഡിങ്ങിന് കൺട്രോൾ ചെയ്തത്. വിമാനം ലാൻഡ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഉയരത്തിൽ നിന്ന് റൺവേയിൽ നിന്നും പ്രത്യേക അകലത്തിൽ ക്രമാനുസൃതമായി ഉയരം കുറച്ചു കൊണ്ടുവരണം. എന്നാലേ റൺവേയിലെ ടച്ച് ഡൗൺ പോയിന്റിൽ കൃത്യമായി തൊടുകയുള്ളൂ. ആ ഉയരം 2000 അടിയാണ്. അതായത് അതിനു മുൻപ് തന്നെ 2000 അടിയിലേക്ക് വിമാനം താഴ്ത്തിയിരിക്കണം എന്നർത്ഥം. പക്ഷേ ഈ സംഭവത്തിൽ 2000 അടിക്ക് പകരം വിമാനം 4000 അടി ഉയരത്തിലായിരുന്നു അപ്പോഴുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ക്യാപ്റ്റൻ ഫൈനൽ അപ്രോച്ച് ആരംഭിച്ചത്. വിമാനത്തിലെ ഉപകരണങ്ങളും വിമാനം അതിന്റെ യഥാർത്ഥ ഫ്ലൈറ്റ് പാത്തിൽ അല്ല എന്ന് ക്യാപ്റ്റനെ അറിയിച്ചുകൊണ്ടിരുന്നു എന്ന് ബ്ലാക്ക് ബോക്സിൽ നിന്നും വ്യക്തമായിരുന്നു. വിമാനം അതിന്റെ ഫ്ലൈറ്റ് പാത്തിൽ നിന്നും തികച്ചും മാറിയിരുന്നതായി മനസ്സിലാക്കിയ കോ പൈലറ്റ് ക്യാപ്റ്റനോട് ലാൻഡ് ചെയ്യാതെ വീണ്ടും പറന്നുയരാൻ ആകാശത്ത് വെച്ച് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നതായി CVRൽ വ്യക്തമാണ്. പക്ഷേ ATCയിൽ നിന്നും ലാൻഡിംഗ് ക്ലിയറൻസ് ലഭിച്ച ക്യാപ്റ്റൻ അത് ചെവികൊണ്ടില്ല. ക്യാപ്റ്റൻ ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. പക്ഷെ നിലം തൊട്ടതിന് ശേഷം മാത്രമാണ് ക്യാപ്റ്റന് അപകടം മനസ്സിലായത്. അപ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നു. അങ്ങനെ തികച്ചും പൈലറ്റ് എറർ ആണ് അപകട കാരണമെന്ന് അന്വേഷണത്തിലൂടെ വ്യക്തമായി. ഇന്ത്യയിൽ സംഭവിച്ച 3ാമത്തെ വലിയ വിമാനാപകടമാണ് മംഗലാപുരത്തുണ്ടായിരുന്നതെന്ന് മുൻപേ പറഞ്ഞല്ലോ. 1996 ചക്രീദർദി വിമാനാപകടത്തിൽ 349 പേർ മരിച്ചതും 1978 213 പേർ മരിച്ച എയർ ഇന്ത്യ വിമാനം 855 സംഭവിച്ച മറ്റു 2 വലിയ ദുരന്തങ്ങൾ. ടേബിൾ ടോപ്പ് റൺവേയുള്ള മംഗലാപുരത്തെ വിമാനത്താവളത്തിൽ റൺവേ തെറ്റിയതുകൊണ്ടുണ്ടായ 2ാമത്തെ അപകടവുമാണിത്. ദുരന്തത്തിൽ 103 പുരുഷന്മാരും 32 സ്ത്രീകളും 23 കുട്ടികളുമാണ് മരിച്ചത്. ഇതിൽ 4 കൈക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. മരിച്ചവരിൽ 58 പേരും മലയാളികളായിരുന്നു. ഇവരിൽ ഭൂരിഭാഗം പേരും കാസർഗോഡ് ജില്ലക്കാരുമായിരുന്നു. അപകടത്തിൽ മരിച്ച 15ഓളം കുടുംബങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ മൃതദേഹാവശിഷ്ടം പോലും ലഭിച്ചില്ല. തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞതിനാൽ ഒടുവിൽ അവ ഒന്നിച്ച് സംസ്കരിക്കുകയായിരുന്നു. ഇതിനുശേഷം കുറഞ്ഞത് 76 ലക്ഷം രൂപ വീതം മരിച്ചവരുടെ ആശ്രിതർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 6 മാസത്തിനകം തുക നൽകുമെന്നായിരുന്നു അന്നത്തെ വാഗ്ദാനം. എന്നാൽ പലർക്കും പല വിധത്തിലാണ് നഷ്ടപരിഹാരം വിതരണം നടത്തിയത്. എന്ത് നഷ്ടപരിഹാരം ലഭിച്ചാലും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇനി തിരിച്ചുവരവില്ലല്ലോ. ഇന്നും മറക്കുവാൻ ആഗ്രഹിക്കുന്ന ഭീതിജനകമായ ഒരു ഓർമ്മയായി മംഗലാപുരം വിമാനാപകടം തുടരുന്നു.